വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. കോളിഫ്ലവർ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. ഒരു വലിയ ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ റൈസ് ഫ്ലോർ, അരിപ്പൊടി, നമ്മൾ വറുത്ത അരിപ്പൊടി, ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, അല്ലാതെ ഇതിനകത്ത് കളറൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക, നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഈ ബാറ്ററിലും നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് സവാള നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് അനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയും ക്യാപ്സിക്കം ഒന്നും ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് സോട്ടായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് സോയ സോസ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ 3 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവരവർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി. ഇനി 1 ടേബിൾ സ്പൂൺ തന്നെ വിനെഗറും ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി. കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം.
ഈ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലായിടവും കോളിഫ്ലവറിലെല്ലാം ഈ സോസ് ഗ്രേവി ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.